Hallelujah. Hallelujah. Well, I greet you all in the name of the Lord Jesus Christ this evening. നിങ്ങളെല്ലാവരെയും ഈ സന്ധ്യയിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. We have come to the 2019 General Convention here in Chingamana. നാം 2019 നമ്മുടെ ജനറൽ കൺവെൻഷനിൽ ചിങ്ങവനത്ത് വന്നു ചേരുവാൻ ദൈവമായ കർത്താവ് നമുക്കിടയാക്കി. And I believe the Lord has been blessing us in the last 2 nights. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ 2 രാത്രികളിൽ കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിച്ചു. Even in the daytime we had some nice Bible study. പകൽ സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ അവസരങ്ങൾ ദൈവം ഒരുക്കി. And tonight also the Lord is going to speak to us. ഇന്ന് രാത്രിയിലും നിശ്ചയമായും കർത്താവ് നമ്മോട് സംസാരിക്കുവാൻ പോകുന്നു. And after me that Pastor Babu Charian is here. He will be speaking from God's word. എനിക്ക് ശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ നമ്മുടെ നടുവിലുണ്ട്. താൻ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. So I will not be taking a long time. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ അധികം സമയം എടുക്കുന്നതല്ല. I was actually not going to preach tonight. ഞാൻ വിചാരിച്ചത് ഞാൻ പ്രസംഗിക്കത്തില്ല എന്നാണ്. Because so I just came only today because of some other work back in Delhi. മറ്റ് അത്യാവശ്യമായ ചില ജോലികൾ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഇന്നാണ് ഞാൻ ഡൽഹിയിൽ നിന്നും കടന്നു വരുവാനിടയായി തീർന്നത്. And so I thought two servants of God will be speaking. I can sit there and enjoy the preaching. ഞാൻ വിചാരിച്ചു മറ്റ് ദൈവദാസന്മാർ ഇന്ന് രാത്രി പ്രസംഗിക്കും, എനിക്ക് താഴെ ഇരുന്ന് വചനം കേൾക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചു. And sometimes you know that your leader, the president of the organization, will insist on doing something, then we have to listen to him and we have to obey him. ചില സമയത്ത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന കർത്തൃദാസന്മാർ നമ്മളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നാം അതനുസരിച്ചേ മതിയാവുകയുള്ളൂ. So Pastor Thambi insisted that I should take some time and speak. അതുകൊണ്ട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തമ്പിച്ചായൻ എന്നോട് ആവശ്യപ്പെട്ടു ഇന്ന് രാത്രി അല്പസമയം വചനം സംസാരിക്കണമെന്ന്. I will speak from God's word. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കും. But the main preacher for tonight is Pastor Babu Charian. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ മുഖ്യ പ്രഭാഷകൻ പാസ്റ്റർ ബാബു ചെറിയാനാണ്. Amen. ആമേൻ. So you can listen to my sermon also, but open your heart and open your ears to listen to the servant of God when he comes with God's word. നിങ്ങൾക്ക് ശ്രദ്ധയോടെ ഞാൻ പ്രസംഗിക്കുന്ന വചനങ്ങൾ കേൾക്കാം. എന്നാൽ ദൈവം അയച്ച തന്റെ അഭിഷക്തൻ പ്രസംഗിക്കുന്നത് കേൾക്കുവാനായി നിങ്ങളുടെ ഹൃദയവും കാതും തുറന്നിരിക്കണം. Hallelujah. ആമേൻ. Time passes by. സമയങ്ങൾ കാലങ്ങൾ കടന്നു പോകുന്നു. And people get old. ആളുകൾ പ്രായാധിക്യത്തിലേക്ക് കടന്നു വരുന്നു. And things change. കാര്യങ്ങൾ മാറുന്നു. What are the things that we expect don't happen anymore? നാം പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളും ഇനിമേൽ സംഭവിക്കാത്ത അവസ്ഥയിലാകുന്നു. That is the kind of life that we all live in this world. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് നാം ഈ ലോകത്തിൽ നയിക്കുന്നത്. Amen. ആമേൻ. The only one thing that never changes is Jesus Christ. എന്നാൽ ഒരു കാര്യം ഒരിക്കലും മാറുന്നില്ല, അത് യേശു കർത്താവാണ്. Everything else will change. ലോകത്തിൽ കാണുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. Hallelujah. ആമേൻ. But he promised us that he will never change. എന്നാൽ അവൻ നമുക്ക് വാഗ്ദത്തം തന്നു, അവൻ ഒരിക്കലും മാറുകയില്ല. He is the same yesterday, today and forever. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. I always wondered if Jesus was changing, then what will happen to us? ഞാൻ എപ്പോഴും ഇങ്ങനെ ആശ്ചര്യപ്പെടാറുണ്ട്, യേശു മാറുന്നവനായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? If Jesus is not the same in 2019 like he was in 2018, then we will be in trouble. നമ്മൾ കഴിഞ്ഞ 2018 യേശു ആയിരുന്ന പോലെ തന്നെ ആകാതെ മാറ്റം സംഭവിച്ചിരുന്നുവെങ്കിൽ നമ്മൾ എല്ലാവരും 2019 പ്രശ്നങ്ങളിലായിരുന്നേനെ. But we can rest assured that our Savior will never change. എന്നാൽ നമുക്ക് ഇന്ന് രാത്രി ഉറപ്പോടെ ആയിരിക്കാം, നമ്മുടെ രക്ഷകനായിരിക്കുന്നവന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. Hallelujah. Praise the Lord. That's what really matters to us. അതാണ് നമ്മളെ ഏറെ ചിന്തിപ്പിക്കുന്ന വിഷയം. Our Lord should never change. നമ്മുടെ കർത്താവ് ഒരിക്കലും മാറുവാൻ പാടില്ല. Because in our life changes take place. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. But we can always run to someone who is never changing. എന്നാൽ എപ്പോഴും നമുക്ക് ഓടിച്ചെല്ലുവാൻ ഒരുവനുണ്ട്, അവൻ ഒരിക്കലും മാറാത്തവനാണ്. Amen. ആമേൻ. Our convention is always on the second week of the January of the year. ജനുവരിയിലെ രണ്ടാമത്തെ ആഴ്ചയിലാണ് നമ്മുടെ കൺവെൻഷൻ നടക്കുന്നത്. And then we are getting ready to face the whole year. അതിനുശേഷം ഈ കൺവെൻഷന് ശേഷം ഈ വർഷത്തെ മുഴുവനും നമ്മൾ അഭിമുഖീകരിക്കുവാൻ തയ്യാറുള്ളവരായി തീരുന്നു. What is going to lead us?
എന്താണ് അവൻ ഏതിലേക്കാണ് ദൈവം നമ്മളെ നയിക്കുന്നത്? What is going to strengthen our life? നമ്മളെ എന്താണ് ശക്തീകരിക്കുന്നത്? It is not anything that we have. നമുക്ക് എന്തെങ്കിലും ഉള്ളതൊന്നുമല്ല നമ്മളെ ശക്തീകരിക്കുന്നത്. It's not our power, it is not our strength. നമ്മുടെ ശക്തിയോ നമ്മുടെ ബലമോ അല്ല നമ്മളെ പ്രാപ്തരാക്കുന്നത്. It is our trust in an unchanging Jesus Christ. മാറ്റമില്ലാത്ത യേശുക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയമാണ് നമ്മളെ ഉറപ്പോടെ നിർത്തുന്നത്. Hallelujah. Praise the Lord. And that Jesus Christ is here tonight. ആ യേശു കർത്താവ് ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. And he wants to speak to us. അവൻ നിശ്ചയമായി നമ്മളോട് സംസാരിക്കുവാൻ So ആഗ്രഹിക്കുന്നു. you should open your heart and listen to him. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് അവൻ പറയുന്നത് നന്നായി കേൾക്കണം. And God will bless us. ദൈവം നമ്മളെ ഒന്നിച്ച് അനുഗ്രഹിക്കും. I want you to turn with me to the book of Deuteronomy. നിങ്ങൾ ആവർത്തന പുസ്തകത്തിലേക്ക് എന്നോട് ഒന്നിച്ച് കടന്നു വരിക. In chapter 30. അതിന്റെ 30-ാം അധ്യായത്തിൽ And we're going to read verse 19. അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. Deuteronomy chapter 30 verse 19. ആവർത്തന പുസ്തകം 30-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. This is the word that God was speaking to the people of Israel through his servant Moses. ദൈവം ഇസ്രായേൽ ജനത്തിനോട് തന്റെ ദാസനായിരിക്കുന്ന മോശയിൽ കൂടെ സംസാരിക്കുന്ന വചനങ്ങൾ. And I want to listen to that word, please. നിങ്ങൾ ആ വചനങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ. Deuteronomy 30 verse 19. 30-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇന്ന് സാക്ഷി വെക്കുന്നു. അതുകൊണ്ട് നീയും നിന്റെ സന്തതിയും ജീവിച്ചിരിക്കേണ്ടതിനും യഹോവ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും അവനോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്സും ആകുന്നു. Amen. God is saying that I call heaven and earth as witness today against you. ദൈവം പറയുകയാണ് നിനക്ക് ഇന്ന് സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഞാൻ സാക്ഷ്യത്തിനായി വിളിക്കുന്നു. And God says like this. ദൈവം ഇങ്ങനെ പറയുന്നു, I have set before you life and death. ഞാൻ നിന്റെ മുമ്പിൽ ജീവനും മരണവും വയ്ക്കുന്നു. And he is saying that blessing and cursing. നിന്റെ മുമ്പാകെ അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. Then God says, അതിനുശേഷം പറയുന്നു, I want you to choose life. ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കണം. Why? എന്തുകൊണ്ട്? So that both you and your descendants may live. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ തലമുറകളും ജീവിക്കുവാനിടയാകും. So even if you don't hear anything else, I want you to carry this word in your heart tonight. മറ്റൊന്നും നിങ്ങൾ കേട്ടില്ലെങ്കിലും ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ കരുതുക. God says, I call upon heaven and earth as a witness against you. ദൈവം പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ഞാൻ സാക്ഷ്യത്തിനായി വിളിക്കുന്നു. And he's saying a phrase here. അവിടെ ഒരു പ്രത്യേക പ്രയോഗം ദൈവം പറയുന്നു. He says, I have set before you life and death. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ജീവനും മരണവും വെക്കുന്നു. If you want to find anything in the world today, നിങ്ങളുടെ ഈ ജീവിതത്തിൽ ലോകത്തിൽ എന്തെങ്കിലും കാണുവാൻ if you ആഗ്രഹിക്കുന്നു, want to get any information in this world today, ഈ ലോകത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, all you need to take is a Google and ask Google what you want to know. നിങ്ങൾ ഗൂഗിളിനെ ഒന്ന് ആശ്രയിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് അറിയണമെങ്കിലും ഗൂഗിൾ നിങ്ങളോട് പറഞ്ഞു തരും. So if you will type this phrase in the Google, ഈ ഫ്രേസ് ഈ പ്രയോഗം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ, which says, I have set before you life and death. ഞാൻ നിന്റെ മുമ്പാകെ ജീവനും മരണവും വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈ പ്രത്യേക വാക്കുകൾ, And you ask the Google, where is it all written? Show me all the books where it is written. നിങ്ങൾ ഇതിന് ഈ കാര്യത്തെക്കുറിച്ച് ഗൂഗിളിനോട് ചോദിച്ചാൽ ഏതൊക്കെ പുസ്തകങ്ങളിലാണ് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചോദിച്ചാൽ, And the Google will come back to you, ഗൂഗിൾ നിങ്ങളുടെ മടങ്ങി വന്നിട്ട് and it will say there's only one book in the world where this phrase is written, and that is the Bible. ഈ വക കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു പുസ്തകമേ ഉള്ളൂ, അത് ബൈബിൾ മാത്രമാണ്. The world is full of books. ലോകത്തിൽ അനേക പുസ്തകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. So many people have written books everywhere. അനേക ആളുകൾ എല്ലായിടത്തും പുസ്തകങ്ങൾ എഴുതുന്നു. There's only one book that gives us a challenge about life and death. That is the Bible. ജീവനെ കുറിച്ചും മരണത്തെ കുറിച്ചും നമുക്കൊരു വെല്ലുവിളി തരുന്ന ഒരേ ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ്. And that's what I want to talk to you for a few minutes. അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി ചില നിമിഷങ്ങൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Life and death. ജീവനും മരണവും, Blessing and cursing. അനുഗ്രഹവും ശാപവും. If I will ask you tonight, നിങ്ങളോട് ഇന്ന് രാത്രി ഞാൻ ചോദിച്ചാൽ, I put this
two choices before you. രണ്ട് തിരഞ്ഞെടുപ്പുകളും നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. What will be your choice? നിങ്ങളുടെ തീരുമാനം ഏതിനോടായിരിക്കും? Here is life. ഇവിടെ ജീവനുണ്ട്. Here is death. ഇവിടെ മരണമുണ്ട്. What will you choose? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? What will you choose? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? Jeevan. ജീവൻ. We will choose life, right? നിശ്ചയമായും നമ്മൾ ജീവൻ തിരഞ്ഞെടുക്കും. And then he says, I am putting before you blessing and cursing. അതിനുശേഷം പറയുന്നത് നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹവും ശാപവും വെക്കുന്നു. What will you choose? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? You can open your mouth and tell me. വാതുറന്നൊന്ന് പറയാം. നിങ്ങൾ വായ തുറന്ന് പറഞ്ഞാട്ടെ. What will you choose? എന്ത് തിരഞ്ഞെടുക്കും? Blessing, അനുഗ്രഹം or cursing? അതോ ശാപമോ? Amen. ഏതാണ്? We all say, നമ്മളെല്ലാവരും പറയും, we will choose life. എനിക്ക് അനുഗ്രഹം വേണം, ജീവൻ വേണം. And we will all say, നാം എല്ലാവരും പറയും, we want blessing. എനിക്ക് അനുഗ്രഹം വേണം. But I'm going to go with the Bible tonight, and I want to show you that instead of choosing life, we have chosen death. എന്നാൽ തിരുവചനത്തിൽ കൂടി പോയിട്ട് ജീവൻ തിരഞ്ഞെടുക്കേണ്ടതിന് പകരമായിട്ട് മരണത്തെ തിരഞ്ഞെടുത്ത അവസ്ഥയെ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പോവുകയാണ്. Instead of choosing blessing, then we have chosen curse. അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് നമ്മിൽ പലരും ശാപത്തെ തിരഞ്ഞെടുക്കുവാനിടയായി. So God is saying to us tonight, എന്നാൽ ഇന്ന് രാത്രി ദൈവം നമ്മളോട് പറയുന്നു, I'm calling upon heaven and earth as a witness. സ്വർഗ്ഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരായി സാക്ഷ്യത്തിനായി ഞാൻ വിളിക്കുന്നു. Whatever the Lord wants to speak to us, He wants the heaven to know, He wants the earth to know. ദൈവം എന്തൊക്കെ പറയുവാൻ ആഗ്രഹിക്കുന്നു ആ പറയുന്ന കാര്യങ്ങളെല്ലാം സ്വർഗ്ഗം അറിഞ്ഞിരിക്കണം, ഭൂമിയും അറിഞ്ഞിരിക്കണം. So that whatever the Lord is going to speak to us tonight, He will have a witness against every one of us. അതുകൊണ്ട് ദൈവം എന്തൊക്കെ ഇന്ന് രാത്രി സംസാരിക്കുവാൻ പോകുന്നു അതിനെല്ലാം ഒരു സാക്ഷിയെ നിർത്തിയിട്ടുണ്ട്. Amen. ആമേൻ. He has called heaven and earth and said, you be the witness and I'm going to talk to these people. ആ സാക്ഷിയോട് പറയുകയാണ്, സ്വർഗ്ഗമേ ഭൂമിയെ നീ സാക്ഷിയാണ്, ഞാൻ ഈ ജനത്തോട് സംസാരിക്കുവാൻ പോവുകയാണ്. Amen. Amen. So tonight God is talking to every one of us. ഇന്ന് രാത്രി ദൈവം നാം എല്ലാവരോടും സംസാരിക്കുന്നു. And the Lord is having witness of heaven and earth before us tonight. നമ്മുടെ മുമ്പാകെ ദൈവത്തിന്റെ സാക്ഷ്യത്തിനായി സ്വർഗ്ഗവും ഭൂമിയുമുണ്ട്. And He says, I have set before you tonight life and death. ദൈവം പറയുന്നു, ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പാകെ ജീവനും മരണവും ഞാൻ വെക്കുന്നു. I have set before you tonight blessing and cursing. ഈ രാത്രി നിങ്ങളുടെ മുമ്പാകെ അനുഗ്രഹവും ശാപവും ഞാൻ വെക്കുന്നു. Amen. ആമേൻ. And He says, തുടർന്ന് പറയുന്നു, God goes on to say, I tell you, it is better for you to choose life. എന്നിട്ട് ദൈവത്തിന് വചനം പറയുകയാണ്, ഇത് നിങ്ങൾക്ക് നല്ല കാര്യം ഇതാണ്, നിങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കണം. Not only putting the choice before us, നിങ്ങളുടെ മുമ്പാകെ ഒരു തിരഞ്ഞെടുപ്പിനുള്ള കാര്യങ്ങൾ വെക്കുക മാത്രമല്ല, but God is giving us an encouragement to what to choose. എന്തിനെ തിരഞ്ഞെടുക്കണമെന്ന് ദൈവം നമ്മളെ ഉത്സാഹിപ്പിക്കുകയാ. His life and death. ഇവിടെ ജീവനുണ്ട്, മരണമുണ്ട്. And God comes and whispers in our ears. ദൈവം വന്നിട്ട് നമ്മുടെ കാതിൽ നമ്മളോട് മന്ത്രിക്കുകയാ, Hey, choose life. നീ ജീവനെ തിരഞ്ഞെടുക്ക്. Because people are choosing death instead of life. കാരണം ജീവന് പകരമായി അനേകർ മരണത്തെയാണ് But തിരഞ്ഞെടുക്കുന്നത്. tonight God is asking every one of us that we must choose life. ഇന്ന് രാത്രി ദൈവം നമ്മളോട് എല്ലാവരോടും സംസാരിക്കുക, നാം നിശ്ചയമായും ജീവനെ തിരഞ്ഞെടുക്കണം. We must choose blessing. നാം അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കണം. And God is saying why we should do that. എന്തുകൊണ്ടാണ് നാം ഇത് ചെയ്യണമെന്ന് ദൈവം പറയുന്നു. If you will choose life, നിങ്ങൾ ജീവനെ തിരഞ്ഞെടുത്താൽ, if you will choose blessing, നിങ്ങൾ അനുഗ്രഹത്തെ തിരഞ്ഞെടുത്താൽ, God says ദൈവം പറയുന്നു, that you and your descendants, your children, your grandchildren, and your generations will live before me. നീയും നിന്റെ തലമുറകളും നിന്റെ തലമുറകൾ ഒന്നൊന്നായി എന്റെ മുമ്പാകെ ജീവിക്കുവാനിടയായി തീരും. God is telling us the secret of our generations, how they will live in the future. നമ്മുടെ തലമുറകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള രഹസ്യം ദൈവം വെളിപ്പെടുത്തുകയാണ്. Amen. Amen. If we choose life, നമുക്ക് ജീവനെ തിരഞ്ഞെടുക്കണം. God says you will be blessed. ദൈവം പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. God says your children will be blessed. ദൈവം പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. God says your grandchildren will be blessed. നിങ്ങളുടെ കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടും. Your generations will be blessed. നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. Because what do you choose before God tonight? കാരണം ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പാകെ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? Hallelujah. Amen. There's always two ways of life in this world. എപ്പോഴും നമുക്ക് ലോകത്തിൽ ജീവിക്കുവാൻ രണ്ട് വഴികളുണ്ട്. One is following the footsteps of God. ഒന്ന് ദൈവത്തിന്റെ പാത വഴികളെ നമ്മൾ പിൻപറ്റുക. One is following the eternal word of God.
ഒന്ന് ദൈവത്തിന്റെ നിത്യമായ വചനത്തെ നാം അനുധാവനം ചെയ്യുക. When we do that, what will happen? നാം അത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? The word of God always stays the same. ദൈവത്തിന്റെ വചനം എന്നും എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്. The word of God is always powerful. ദൈവത്തിന്റെ വചനം എന്നും ശക്തിയുക്തമാണ്. The word of God will stand with us and he will cover us. ദൈവത്തിന്റെ വചനം എന്നും നമ്മളോട് കൂടെ ഇരുന്ന് നമ്മളെ സംരക്ഷിക്കുവാനിടയാകും. On the other hand, you can choose your own ways. മറുഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം വഴികളെ തിരഞ്ഞെടുക്കാം. What about our own ways? എന്താണ് നമ്മുടെ സ്വന്തം വഴികൾ? Our own ways are not permanent. നമ്മുടെ സ്വന്തം വഴികൾ സ്ഥിരമായിട്ടുള്ളതല്ല. Our own ways are not fruitful. നമ്മുടെ സ്വന്തം വഴികൾ ഫലദായകമല്ല. Our own ways are all running through different ways. നമ്മുടെ സ്വന്തം വഴികൾ എപ്പോഴും പല വഴികളിൽ കൂടി നമ്മൾ പോകുന്നതായിട്ടുള്ള രീതിയാണ്. But God says, എന്നാൽ ദൈവം പറയുന്നു, you should choose the way that will stay forever. നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴി എന്നും നിലനിൽക്കുന്ന വഴിയായിരിക്കണം. We should choose the way of the word of God. നിങ്ങൾ ദൈവവചനത്തിന്റെ വഴിയെ തിരഞ്ഞെടുക്കണം. We should choose the way of God himself. ദൈവത്തിന്റെ വഴി തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനിടയാകണം. Hallelujah. Amen. The blessing comes from there. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. Life comes from God. ജീവൻ ദൈവത്തിങ്കൽ നിന്നാണ് വരുന്നത്. The blessing comes from him. ദൈവത്തിങ്കൽ നിന്നാണ് അനുഗ്രഹങ്ങൾ വരുന്നത്. And God says, ദൈവം പറയുന്നു, but everything begins from you. എന്നാൽ എല്ലാം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. Everything does not begin from God. എല്ലാം ദൈവത്തിങ്കൽ നിന്നല്ല തുടങ്ങുന്നത്. Everything begins from you and me. എല്ലാം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നുമാണ്. Amen. ആമേൻ. God is saying, ദൈവം പറയുന്നു, I've got all these things for you. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ പക്കൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. I got life. ജീവനുണ്ട്, I got blessing. അനുഗ്രഹമുണ്ട്. I got all these things kept for you. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു. But tonight, what will you choose? എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? He only mentions two things very clearly for us. രണ്ട് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ, There വളരെ are വ്യക്തമായി. more than those things that you can make choice. അതിനേക്കാൾ ഒത്തിരി ആ വിഷയങ്ങളിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് നടത്താം. Amen. ആമേൻ. What will we choose? എന്ത് നമ്മൾ തെരഞ്ഞെടുക്കും? Amen. Amen. The word of the Lord is like a compass. ദൈവത്തിന്റെ വചനം ഒരു ദിശ കാണിക്കുന്ന വടക്ക് നോക്കിയന്ത്രം പോലെയാണ്. If you will take a compass, നിങ്ങൾ ഒരു വടക്ക് നോക്കിയന്ത്രം എടുത്താൽ the needle will always show towards north. അതിന്റെ സൂചി എപ്പോഴും വടക്ക് ദിശയിലേക്ക് കാണിക്കും. That is how we find which is the direction. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ദിശ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. So the needle is showing north. വടക്ക് നോക്കിയന്ത്രത്തിന്റെ സൂചി വടക്ക് ദിശ കാണിക്കുന്നു. So that is what the word of God is. അതാണ് ദൈവത്തിന്റെ വചനവും. Word of God is showing us the north of blessing, north of salvation, north of God's hand upon our life, God's leading upon our life. All the good things is the compass facing towards north. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളുടെ വടക്കിനെ അല്ലെങ്കിൽ രക്ഷയുടെ വടക്കിനെ എല്ലാം ഈ വചനമാകുന്ന വടക്ക് നോക്കിയന്ത്രം നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു. At the same time, the other side of the needle is pointing towards the south. അതുപോലെ തന്നെ ആ വടക്ക് നോക്കി യന്ത്രത്തിന്റെ സൂചിയുടെ മറുഭാഗം നമ്മളിലേക്ക് ചൂണ്ടുകയാണ്. And that what is showing to us. എന്താണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്? It is showing sin, despair, sickness, disease, all these problems. That's what it is showing. നാം അഭിമുഖീകരിക്കുന്ന പാപം, രോഗം, പ്രശ്നങ്ങൾ, ശാപങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം അത് ചൂണ്ടിക്കാണിക്കുന്നു. And God says, എന്നാൽ ദൈവം പറയുന്നു, what would you like to choose? നിങ്ങൾ ഇതിൽ എന്തിനെ തിരഞ്ഞെടുക്കും? Amen. Amen. I'm asking every one of you tonight. ഇന്ന് രാത്രി ഞാൻ എല്ലാവരോടും ചോദിക്കുകയാണ്, What would you like to choose in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഈ രാത്രി നിങ്ങൾ എന്തിനെയായിരിക്കും തിരഞ്ഞെടുക്കുന്നത്? Oh, the compass is pointing towards everything that God has got for you and me. നിങ്ങൾക്കും എനിക്കും ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വചനമാകുന്ന സൂചി ചൂണ്ടിക്കാണിക്കുകയാണ്. But on the other side, it is showing everything that you and I don't want in our life. അതിന്റെ ഭാഗത്ത് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത ഒത്തിരി കാര്യങ്ങളുമുണ്ട്. Amen. ആമേൻ. So the Lord is saying we have to make a choice. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നാം ഒരു തിരഞ്ഞെടുപ്പ് നടത്തണം. Amen. Praise the Let Lord. me ask you one more time before I go through a few more things as I will finish. ചില കാര്യങ്ങൾ കൂടി മുമ്പോട്ട് കടന്നുപോയി എന്റെ സന്ദേശം അവസാനിക്കുന്നതിന് മുമ്പായി ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കട്ടെ. God says, ദൈവം പറയുന്നു, I place before you life and death. ഞാൻ നിങ്ങളുടെ മുമ്പാകെ ജീവനും മരണവും വെച്ചിരിക്കുന്നു. Amen. ആമേൻ. What will you choose? നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? Okay, if you choose life, please raise your hands. നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ കരങ്ങൾ ഒന്ന് ഉയർത്താമോ?
Please keep it up. ദയവായി നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? Okay, that's what we believe. അതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. And I'm going to go through the first pages of the Bible and show you and me, instead of life, we have chosen death. വേദപുസ്തകത്തിന്റെ ആദ്യത്തെ ആളുകളിൽ കൂടി പോയിട്ട് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുവാൻ പോവുകയാ, ജീവന് പകരം മരണത്തെ നമ്മൾ തിരഞ്ഞെടുത്തത്. Amen. Amen. I want to take you to the Garden of Eden tonight. നിങ്ങളെ ഏദൻ തോട്ടത്തിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. I don't need to talk about the creation because we all know that. അവിടെയുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാം അറിയാവുന്ന കാര്യം. And at the final creation, God made man in his own likeness and image. ഏറ്റവും അവസാനം ദൈവം തന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. And God made him a living soul. അവനെ ജീവനുള്ള ഒരു ദേഹിയാക്കി തീർത്തു. And God made a woman out of his rib. അതിനുശേഷം അവനിൽ നിന്നൊരു വാരിയൽ എടുത്ത ഒരു സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു. And he was so excited about this woman and he called her woman. ആ സ്ത്രീയെ സ്ത്രീ എന്ന് വിളിച്ച് അവൻ വളരെ ആശ്ചര്യഭരിതനായി മുമ്പോട്ട് And the പോകുന്നു. Bible says തിരുവചനം ഇങ്ങനെ God പറയുന്നു, put them in a garden called Eden. ദൈവം അവരെ ഏദൻ എന്ന തോട്ടത്തിലാക്കി എന്ന് വചനം പറയുന്നു. In many places the Bible talks about Eden like paradise. അനേക സ്ഥലങ്ങളിൽ ഏദൻ തോട്ടത്തെ പർദീസയുടെ രൂപത്തിൽ സംസാരിക്കുന്നതായിട്ട് തിരുവചനത്തിൽ കാണുവാൻ Because there കഴിയും. is nothing that is lacking in that garden. ആ തോട്ടത്തിൽ ഒരു കാര്യത്തിനും കുറവില്ല. I hope you are listening to me, please. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? So God brought Adam and Eve ദൈവം ആദമിനെയും ഹവ്വയെയും and he showed the whole garden. ആ തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് തോട്ടം മുഴുവനും കാണിച്ചു കൊടുത്തു. He showed all the fruit bearing trees. അവിടെയുള്ള ഫലം കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളെയും കാണിച്ചു. And God said to him like this, അതിനുശേഷം അവരോട് ഇങ്ങനെ പറയുകയാണ്, all this I have given it to you. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. I have made you the king of my creation. എന്റെ സൃഷ്ടിയുടെ രാജാവാക്കി ഞാൻ നിങ്ങളെ വെച്ചിരിക്കുന്നു. I have made this for you to enjoy in your life. നിങ്ങൾ ഇത് ആസ്വദിക്കുവാനായി ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. And God took him to the middle of the garden. അങ്ങനെ ദൈവം അവരെ തോട്ടത്തിന്റെ നടുവിലേക്ക് കൊണ്ടുപോയിട്ട് And God showed them two trees. അവിടെ ദൈവം രണ്ട് വൃക്ഷങ്ങൾ കാണിച്ചു കൊടുത്തു. There's two trees standing in the middle of the garden. ആ തോട്ടത്തിന്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങൾ നിൽപ്പുണ്ട്. And God said, ദൈവം പറയുന്നു, do you see these two trees? നിങ്ങൾക്ക് ഈ രണ്ട് വൃക്ഷങ്ങൾ കാണാമോ? This tree is called the tree of life. ഈ വൃക്ഷമാണ് ജീവവൃക്ഷം. If you eat of this tree, ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചാൽ you will not die. നിങ്ങൾ ഒരിക്കലും You മരിക്കത്തില്ല. will live forever. നിങ്ങൾ എന്നേക്കുമായി ജീവിക്കും. And then he said, അതിനുശേഷം here പറയുന്നു, is another tree. ഇവിടെ മറ്റൊരു വൃക്ഷമുണ്ട്. This is the tree of the knowledge of good and evil. ഈ വൃക്ഷത്തിന്റെ പേരാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം. And God said, പറയുന്നു, the day that you eat of this fruit, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ you will surely die. നിങ്ങൾ നിശ്ചയമായും മരിക്കും. Amen? Amen. Is that the story? അതാണോ കഥ? ശരിയാണോ? Amen. Everybody agree with me? എല്ലാവരും എന്നോട് ചേരുന്നുണ്ടോ? Hallelujah. Amen. So God is putting before Adam and Eve two trees. One will be a life forever. ദൈവം ആദമിന്റെയും ഹവ്വയുടെയും മുമ്പാകെ രണ്ട് വൃക്ഷങ്ങൾ വെക്കുന്നു. ഒന്ന് എന്നേക്കുമുള്ള ജീവന്റെ വൃക്ഷം. And the other one is a tree of death. മറ്റേത് മരണത്തിന്റെ വൃക്ഷം. Amen. Amen. So what happened? എന്താണ് സംഭവിച്ചത്? Here comes the serpent. ഇവിടെ ഇതാ സർപ്പം വരുന്നു. And he is trying to convince Eve that she should eat of this tree of good and evil. അവയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്, നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കണമെന്ന്. Amen. Amen. And he was telling her, അവനോട് പറയുകയാണ്, you won't die. നീ മരിക്കുകയില്ല, You will live forever. നീ എന്നേക്കും ജീവിക്കും, You will be like God. നീ ദൈവത്തെ പോലെയാകും, Eat it. നീ ഇത് ഭക്ഷിക്കുക. There are two trees standing next to each other. രണ്ട് വൃക്ഷങ്ങൾ അടുത്തടുത്തായി നിൽക്കുന്നു. If you want to live, നീ ജീവിക്കുവാൻ you ആഗ്രഹിക്കുന്നെങ്കിൽ don't need the help of the serpent. നിനക്ക് സർപ്പത്തിന്റെ സഹായമൊന്നും വേണ്ട. You don't anybody to encourage you. ആരെയും നിങ്ങളെ വന്ന് ഉത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. All you need to do is go and pluck the tree, the fruit of the tree of life, and you will live forever. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ജീവവൃക്ഷത്തിന്റെ ഫലം പറിച്ചങ്ങ് കഴിച്ച് എന്നേക്കും ജീവിച്ചാൽ മതി. But what man did? എന്താണ് മനുഷ്യൻ ചെയ്തത്? Adam is the type of you and me. ഇവിടെ ഇതാ ആദം എന്റെയും നിങ്ങളുടെയും പ്രതിരൂപമാണ്. Eve is the type of you and me. ഹവ്വയും നമ്മുടെ പ്രതിരൂപമാണ്. God placed before them life and death. ദൈവങ്ങളുടെ മുമ്പാകെ ജീവനും മരണവും വെച്ചു. What did he choose? എന്താണ് അവർ തിരഞ്ഞെടുത്തത്? They chose death instead of life. അവർ ജീവന് പകരം മരണത്തെ തിരഞ്ഞെടുത്തു. Amen. This is how the whole story begins. ഇങ്ങനെയാണ്
സൃഷ്ടിയുടെ കഥ ആരംഭിക്കുന്നത്. You should not think that God is wasting his time talking to us in Deuteronomy 30:19 that we should choose life. നിങ്ങൾ ചിന്തിക്കരുത് ദൈവം ഈ വക കാര്യങ്ങളെല്ലാം പറഞ്ഞ് തന്റെ സമയത്തെ പാഴാക്കുകയാണെന്ന്. No. അല്ല. God has got an experience from the first man that he created. ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനിൽ തുടങ്ങി ദൈവത്തിന് ഒത്തിരി അനുഭവമുള്ളവനാണ്. Every time God put a choice before man. എല്ലാ അവസരങ്ങളിലും ദൈവം മനുഷ്യന്റെ മുമ്പാകെ തിരഞ്ഞെടുക്കുവാൻ അവസരങ്ങൾ വെക്കുമ്പോൾ Man always made a wrong choice. എപ്പോഴും മനുഷ്യൻ തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നടത്തി. Amen. ആമേൻ. So you know that God came down. അതുകൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ ദൈവം ഇറങ്ങി വരുന്നു. God punished everyone. ദൈവം എല്ലാവരെയും ശിക്ഷിച്ചു. The serpent and the Adam and Eve. പിശാചിനെ ശിക്ഷിച്ചു, ആദമിനെ ഹവ്വയെ ശിക്ഷിച്ചു. And God kicked them out of the garden. അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. Made the angels to guard over. ദൈവത്തിന്റെ ദൂതന്മാരെ അവിടെ കാവലാക്കി. There's a swirling swords stopping anybody coming inside. തിരിയുന്ന വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ കാവലായി. You know why he did that? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ചെയ്തത്? God said like this. ദൈവം ഇങ്ങനെ പറയുന്നു, if the man will eat the fruit of the tree of life, ജീവവൃക്ഷത്തിന്റെ ഫലം ഈ അവസ്ഥയിൽ മനുഷ്യൻ തിന്നാൽ he will live. അവൻ ജീവിക്കും. But because he have eaten the tree of the good and evil, നന്മതിന്മകളുടെ ഫലം അവൻ തിന്നതായതുകൊണ്ട് the tree of life is not for him anymore. ആ ജീവവൃക്ഷം അവന് വേണ്ടിയിട്ടുള്ളതല്ല ഇനിമേൽ. God kicked man out of the garden of Eden. ദൈവം ഈ മനുഷ്യനെ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. That is how the story of man begins. അങ്ങനെയാണ് മനുഷ്യന്റെ ചരിത്രം That's ആരംഭിക്കുന്നത്. the story of me and you in our life. അത് ചരിത്രമാണ് എന്റെയും നിങ്ങളുടെയും ചരിത്രം. God puts life, we choose death. നമുക്ക് ജീവനെ തരുന്നു, പക്ഷെ നാം മരണത്തെ തിരഞ്ഞെടുക്കുന്നു. God puts blessing and we choose curse. ദൈവം അനുഗ്രഹം നമ്മുടെ മുമ്പിൽ വെക്കുന്നു, നാം ശാപം So തിരഞ്ഞെടുക്കുന്നു. this is not just Adam and Eve. ഇത് അല്ല ആദവും ഹവ്വയും. Then we move on to a generation. അടുത്ത ഒരു തലമുറയിലേക്ക് നമുക്ക് മുമ്പോട്ട് കടന്നു We പോകാം. move on to a group of people. നാം ചില ആളുകളുടെ ഒരു കൂട്ടത്തിലേക്ക് നമുക്ക് കടന്നു പോകും. God has chosen them. ദൈവം അവരെ തെരഞ്ഞെടുത്തു. God said, you are my chosen people. ദൈവം പറഞ്ഞു, നിങ്ങൾ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. He said, I will protect you. ഞാൻ നിങ്ങളെ സൂക്ഷിക്കും. I will take you to the land of promise. ഞാൻ നിങ്ങളെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോകും. I will cover you from all the enemies. എല്ലാ ശത്രുക്കളിൽ നിന്ന് ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. And here the story of the journey of 40 years began. ഇവിടെ ഇതാ ദൈവജനത്തിന് 40 വർഷത്തെ യാത്ര ആരംഭിക്കുകയാണ്. Why 40 years? എന്തുകൊണ്ട് 40 വർഷങ്ങൾ? A journey of 3 days. 3 ദിവസത്തെ യാത്ര. The 3 days became 40 years of journey. 4 ദിവസത്തെ യാത്ര 40 വർഷത്തെ യാത്രയായി മാറി. I don't need to share all the things that happened through the journey. ആ യാത്രയുടെ മധ്യത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ പങ്കുവെക്കുന്നില്ല. But I will tell you in a nutshell what happened. പക്ഷേ വളരെ ചുരുക്കമായി എന്ത് സംഭവിച്ചു എന്ന് ഞാൻ The പറയാം. people of Israel chose death instead of life. ഇസ്രായേൽ ജനം ജീവന് പകരം മരണത്തെ തെരഞ്ഞെടുത്തു. Amen. ആമേൻ. They wanted to go back to the land of Egypt. അവര് മിസ്രയീമിലേക്ക് മടങ്ങി പോകാൻ ആഗ്രഹിച്ചു. They were wanting the cucumber and the garlic, everything that was left in the land of slavery. അടിമത്തത്തിന്റെ നാടായിരിക്കുന്ന മിസ്രയീമിലെ ചുറ്റുള്ളിയും മറ്റ് പദാർത്ഥങ്ങളും ഒക്കെ അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിച്ചു. They were going after death instead of life. അവർ ജീവന്റെ പിന്നാലെ പോകേണ്ടതിന് പകരം മരണത്തിന്റെ പിന്നാലെ പോയി. God is punishing them again and ദൈവം again. അവരെ വീണ്ടും വീണ്ടും ശിക്ഷിക്കുന്നു. Oh, the earth opens up and swallows the people. ഭൂമി പോലും വായു വിളർന്ന ആളുകളെ വിഴുങ്ങിക്കളയുന്നു. And we see the fiery serpents biting and killing the people. അങ്ങനെ വിഷസർപ്പങ്ങളാൽ കടിക്കപ്പെട്ട് ആളുകൾ കൊല്ലപ്പെടുവാനിടയായി. What is the end of the journey of the people of Israel? ഇസ്രായേൽ ജനത്തിന്റെ യാത്രയുടെ ഏറ്റവും അവസാനം എന്താണ്? About 30 lakhs of people started from the land of Egypt. മിസ്രയീമിൽ നിന്നും 30 ലക്ഷം ആളുകളാണ് യാത്ര പുറപ്പെട്ടത്. And then what happened at the end? എന്താണ് ഏറ്റവും അവസാനം സംഭവിക്കുന്നത്? Out of the 30 lakhs, only 2 men entered into the promised land. 30 ലക്ഷം പേർ പുറപ്പെട്ടതിൽ 2 പേർ മാത്രം വാഗ്ദത്ത കനാനിൽ കാലുകുത്തി. Only Joshua and Caleb. യോശുവയും കാലേബും മാത്രം. Why? എന്തുകൊണ്ട്? Because the people chose death instead of life. കാരണം ജീവന് പകരം ആളുകൾ മരണത്തെ തിരഞ്ഞെടുത്തു. People chose curse instead of blessing. ആളുകൾ അനുഗ്രഹത്തിന് പകരം ശാപത്തെ തിരഞ്ഞെടുത്തു. Now I take you to the era of Jesus Christ. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകട്ടെ. Look at what is happening there. എന്താണ് അവിടെ സംഭവിക്കുന്നത്? A whole humanity living in darkness. ഇവിടെ ഇതാ ഒരു മനുഷ്യവർഗം മുഴുവനും അന്ധകാരത്തിൽ We വസിക്കുന്നു. started with one man, Adam. ഇതെല്ലാം തുടങ്ങിയത് ഒരു മനുഷ്യനായിരിക്കുന്ന And ആദമിൽ it നിന്ന്. continued on with one group of people, Israel. അങ്ങനെ ഇതെല്ലാം തുടർമാനമായി
ജീവനായി ഒരു കൂട്ടത്തിൽ വന്നു നിൽക്കുകയാണ്. Now we see the whole humanity. ഇപ്പോഴിതാ മനുഷ്യവർഗത്തെ മുഴുവനും നാം കാണുമ്പോൾ What does the Bible say? എന്താണ് തിരുവചനം പറയുന്നത്? And we read like this. നാം ഇങ്ങനെ വായിക്കുന്നു. This was the condemnation. ഇതായിരുന്നു ന്യായവിധി. What is the condemnation? എന്താണ് ശിക്ഷാവിധി? When light came to this world, ഈ ലോകത്തിലേക്ക് വെളിച്ചമായവൻ വന്നപ്പോൾ people rejected the light. അവർ വെളിച്ചത്തെ തിരസ്കരിച്ചു, And ഉപേക്ഷിച്ചു. they chose the darkness അവർ അന്ധകാരത്തെ ഇരുട്ടിനെ തിരഞ്ഞെടുത്തു. because their deeds were evil. കാരണം അവരുടെ പ്രവൃത്തി തിന്മ നിറഞ്ഞതായിരുന്നു. That one word talks about the whole life of humanity. ആ ഒരൊറ്റ വാക്യം മനുഷ്യവർഗത്തിന്റെ ജീവിതത്തെ കുറിച്ച് പരാമർശിക്കുകയാണ്. Jesus keeps on talking to us. യേശു തുറമാനമായി നമ്മോട് സംസാരിക്കുന്നു. He says the thief comes to steal and to kill and to destroy. കള്ളൻ വരുന്നത് അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനുമാണെന്ന് യേശു പറഞ്ഞു. But he said, I have come. എന്തിനാണ് യേശു വന്നത്? I have come to give you life. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ തരുവാനാണ്. I have come to give you life abundantly. നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് ഞാൻ വന്നത്. I hope you are listening to this word tonight. ഞാൻ വിശ്വസിക്കുന്നു രാത്രിയിലെ ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുവെന്ന്. Jesus said, I have come to give you life. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാൻ വന്നു. The world is running away from God. ലോകം ദൈവത്തിൽ നിന്ന് ഓടി മറയുകയാണ്. The world is running away from God's mercy. ദൈവത്തിന്റെ കരുണയിൽ നിന്നും ലോകം ഓടി മാറുകയാണ്. But tonight the word of the Lord is coming to us. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മളോട് സംസാരിക്കുന്നു. He says, I call upon heaven and earth as a ഞാൻ witness. സ്വർഗ്ഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരായി സാക്ഷ്യത്തിനായി വിളിക്കുന്നു. Amen. Amen. I'm preaching this message tonight ഞാൻ ഈ സന്ദേശം ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ so that we will not say at the end of our life, ഞാൻ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ഇങ്ങനെയാക്കുകയില്ല. Lord, why you did not tell me before? ദൈവമേ, എന്തുകൊണ്ട് ഈ കാര്യം നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? Why you didn't warn me before? എന്തുകൊണ്ട് എനിക്ക് മുന്നറിയിപ്പ് തന്നില്ല? And God is saying, ഇന്ന് രാത്രി ദൈവം പറയുന്നു, I'm placing a witness before you. ഞാൻ നിങ്ങളുടെ മുമ്പാകെ സാക്ഷികളെ നിർത്തുന്നു. You cannot say tomorrow you didn't hear me. നിങ്ങൾക്ക് നാളെ പറയുവാൻ കഴിയത്തില്ല ഞാൻ കേട്ടില്ല എന്ന്. God says, this is the witness. ഞാൻ നിങ്ങളോട് ദൈവം പറയുകയാണ്, ഇതാണ് നിങ്ങൾക്ക് സാക്ഷികൾ, And this is the message. ഇതാണ് സന്ദേശം. Choose life. ജീവനെ തെരഞ്ഞെടുക്കൂ. Choose blessing. അനുഗ്രഹം തെരഞ്ഞെടുക്കൂ. Why? എന്തുകൊണ്ട്? So that you can live. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. So that your children can live. മാത്രമല്ല നിങ്ങളുടെ തലമുറകൾക്കും ജീവിക്കാം. So that your children can live. നിങ്ങളുടെ തലമുറകൾക്കും തുടർമാനമായി ജീവിക്കാം. And the blessing of the Lord will flow through in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആകമാനം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകി വരുവാനിടയായി തീരും. As I finish, I ask you tonight, ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളോട് ചോദിക്കട്ടെ, what would you choose? നിങ്ങൾ എന്ത് തെരഞ്ഞെടുക്കും? It looks like it is difficult to choose life. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ജീവനെ തെരഞ്ഞെടുക്കുന്നത് പ്രയാസമുള്ള കാര്യമാണെന്ന്? It looks like it is difficult to choose blessing. നമ്മളെ നോക്കുമ്പോൾ അനുഗ്രഹത്തെ തെരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നും. We're always saying, bless me, bless me, bless me. നമ്മൾ എപ്പോഴും പറയും, എന്നെ അനുഗ്രഹിക്ക്, അനുഗ്രഹിക്ക്, അനുഗ്രഹിക്ക്. But we realize it doesn't happen that easy. നാം തിരിച്ചറിയുന്നു അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. And I want you to hear the sweet voice of Jesus Christ whispering in your ears tonight. ഇന്ന് രാത്രി ഈ ശബ്ദം, യേശു ക്രിസ്തുവിന്റെ ശബ്ദം നിങ്ങളുടെ കാതുകളിൽ നിങ്ങളോട് മുഴങ്ങുന്നത് നിങ്ങൾ കേൾക്കണം. And this is what he's saying. അതാണ് അവൻ പറയുന്നത്. To every one of you. നിങ്ങൾ ഓരോരുത്തരോടും, Everyone sitting in this pulpit. ഇവിടെ ഈ പന്തലിന് കീഴിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും Lord is whispering in your ear. ദൈവം നിങ്ങളുടെ കാതുകളിൽ മന്ത്രിക്കുന്നു. Choose life. ജീവനെ തെരഞ്ഞെടുക്കൂ. Choose life. ജീവനെ തെരഞ്ഞെടുക്കൂ. Not like Adam. ആദമിനെ പോലെയല്ല. Not like the people of Israel. ഇസ്രായേൽ ജനത്തെ പോലെയുമല്ല. Not like the people of the world. ലോകത്തിലുള്ള സകല മനുഷ്യരെ പോലെയും അല്ല. He wants you and me to choose life. അവൻ ആഗ്രഹിക്കുന്നു നിങ്ങളും ഞാനും ജീവനെ തെരഞ്ഞെടുക്കുക. How many of you want your children to be blessed? Raise your hands, please. നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ? How many of you want your grandchildren to be നിങ്ങളുടെ blessed? കൊച്ചുമക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്താമോ? Would you please keep it up, please? ദയവായി നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയാട്ട്. And the secret is in your hand. രഹസ്യം നിങ്ങളുടെ പക്കലുണ്ട്. Hallelujah. It is not in the hands of your kids. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലല്ല ഇരിക്കുന്നത്. It's in the hands of me and you. അത് നിങ്ങളുടെയും എന്റെയും കരങ്ങളില. As I finish, I want to encourage every one of you. ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഇങ്ങനെ ഉത്സാഹിപ്പിക്കട്ടെ. As you leave this convention, നിങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞു പോകുമ്പോൾ you must say to your heart, saying, I will choose life. നിങ്ങളുടെ ഹൃദയത്തോട് നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാൻ നിശ്ചയമായും ജീവനെ തിരഞ്ഞെടുക്കും. I have learned it from Adam. ഞാൻ ആദമിൽ നിന്ന് പഠിച്ചു. I have learned it from the people of Israel. ഞാൻ ഇസ്രായേൽ ജനത്തിൽ നിന്ന് പഠിച്ചു. I have learned it from the people living in the world. ഞാൻ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരിൽ നിന്ന് പഠിച്ചു. But I will not be one of them. ഞാൻ അവരിൽ ഒരാളായി മാറുകയില്ല. But I will choose life. ഞാൻ ജീവനെ തിരഞ്ഞെടുക്കും. Amen. Will you please stand with me as I pray?
നിങ്ങൾ എന്നോട് ചേർന്ന് ദയവായി എഴുന്നേറ്റ് നിൽക്കുമോ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. I want you to tell the Lord God, I want to choose life. ഞാൻ നിങ്ങൾ എല്ലാവരും ദൈവത്തോട് ഇങ്ങനെ പറയണം, കർത്താവേ, ഞാൻ ജീവനെ തിരഞ്ഞെടുക്കും. Only if you want to. നിങ്ങൾ അത് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം Lift up your hands towards heaven. ദയവായി നിങ്ങളുടെ കരങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് Let ഉയർത്തുക. your heart cry out to him saying, Lord, I will choose life. നിങ്ങളുടെ ഹൃദയം ദൈവത്തോട് നിലവിളിച്ച് പറയട്ടെ, ദൈവമേ, ഞാൻ ജീവനെ തിരഞ്ഞെടുക്കും. I will choose life. ഞാൻ ജീവനെ നിശ്ചയമായും തിരഞ്ഞെടുക്കും. Because I want my children to live. കാരണം എന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് കാണുവാൻ ഞാൻ I ആഗ്രഹിക്കുന്നു. will choose blessing. ഞാൻ അനുഗ്രഹം തിരഞ്ഞെടുക്കും. Because I want my children to be blessed. കാരണം എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നു. Heavenly Father, we praise you and we thank you, Lord, for tonight. സ്വർഗ്ഗസ്ഥ പിതാവേ, ഇന്ന് രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുന്നു. Thank you, Lord, for your unchanging word. അവിടുത്തെ മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. I believe that our hands are lifted up towards you, saying that we will choose life. കർത്താവേ, ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തി ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി പറയുന്നു, ഞങ്ങൾ ജീവനെ തിരഞ്ഞെടുക്കുന്നു. Let life flows into everyone tonight. ഇന്ന് രാത്രി ജീവൻ ഞങ്ങൾ എല്ലാവരിലേക്കും ഒഴുകണം. Let blessing flow into the hearts of everyone tonight. ഇന്ന് രാത്രി ഇവിടെയുള്ള എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുകണമേ. Let it be a dedication of our life in 2019. 2019 ഞങ്ങളുടെ സമർപ്പണം ഇതായിരിക്കട്ടെ. So that our families will be blessed. അത് നിമിത്തം ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. In Jesus' name we pray. യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen.